നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് RRB NTPCക്ക് ഇതിനു മുമ്പ് ചോദിച്ച എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം NTPCയുടെ ഡേറ്റ് ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, എല്ലാവരും അതിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. അപ്പോൾ പ്രീവിയസ് ഇയറിൽ എക്കണോമിക്സിൻ്റെ ഭാഗത്തു നിന്നും RRB NTPCക്ക് ചോദിച്ച ചോദ്യങ്ങളാണ് എന്ത് ചെയ്യുന്നത് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന അതിൻ്റെ ആൻസേഴ്സും. ആദ്യത്തെ ചോദ്യം, എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്കറിയാം എക്കണോമിക്സിൽ എപ്പോഴും ഈ ടേമുകൾക്കാണ് ഇമ്പോർട്ടൻ്റ്. എന്താണ് ഡിമാൻഡ്, എന്താണ് സപ്ലൈ എന്നൊക്കെ പറയുന്ന പോലെ തന്നെ എന്താണ് ചോദിച്ചിരിക്കുന്ന ടേമാണ് എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഹൈ ഇൻഫ്ലേഷൻ കമ്പൈൻഡ് വിത്ത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ഒരു മാർക്കറ്റിൽ എന്താണ് ഇൻഫ്ലേഷൻ്റെ കൂടെ ഹൈ റേറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി ഉണ്ടാകുന്ന അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റെസിസ്റ്റൻ്റ് ഹൈ ഇൻഫ്ലേഷൻ കമ്പൈൻഡ് വിത്ത് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് അല്ലേ? നമ്മളെ തെറ്റിക്കാൻ ഇവിടെ ഒരുപാട് വാക്കുകൾ തരും. ചിലപ്പോൾ ലോ എംപ്ലോയ്മെൻറ്റ് തരും, അല്ലെങ്കിൽ ലോ ഇൻഫ്ലേഷൻ എന്ന് തരും. ഇവിടെ നമ്മൾ ഓർത്ത് വെച്ചാൽ മതി, ഹൈ ഇൻഫ്ലേഷനുമാണ്, അതിൻ്റെ കൂടെ തന്നെ എന്താണ് ഹൈ അൺഎംപ്ലോയ്മെൻറ്റ് കൂടിയാണ് എന്ത് എന്ന് പറയുന്നത് സ്റ്റാഗ്ഫ്ലേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, സെക്കുലർ സ്റ്റാഗ്നേഷൻ റെഫേഴ്സ് ടു. അതായത് സെക്കുലർ സ്റ്റാഗ്നേഷൻ എന്തിനെ റെഫർ ചെയ്യുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണത്? ബൂംസ് ആൻഡ് ഡിപ്രഷൻസ് ഇൻ ദ ഇക്കോണമി. എന്താണ് നമ്മുടെ എക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ സമ്പദ് വ്യവസ്ഥ, ഒരു രാജ്യത്തിൻ്റെ ആവാം, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിൻ്റെ ആവാം. ആ മാർക്കറ്റിൽ ഉണ്ടാകുന്ന ഡിപ്രഷൻസിനെയും അതുപോലെ തന്നെ എന്താണ് ബൂംസിനെയാണ് നമ്മൾ എന്ത് എന്ന് പറയുന്നത്. അഥവാ ബൂംസ് എന്ന് പറഞ്ഞാൽ കുതിച്ചുചാട്ടം എന്നൊക്കെ മലയാളത്തിൽ പറയാം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെക്കുലർ സ്റ്റാഗ്നേഷൻ എന്ന് പറയുന്നത്. ദ ഡാഷ് ഓഫ് എ firm is a relationship between inputs used and outputs produced by firm. അതായത് ഒരു ഫേമിനുള്ള റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ദം. എന്താണ്? ഒരു സമൂഹത്തിലുണ്ടാവുന്ന സമൂഹം എന്നാണ് പറയുന്നത്, മാറിപ്പോയി. ഒരു മാർക്കറ്റിൽ ഉണ്ടാവുന്ന റിലേഷനാണ്. അപ്പോൾ ഇൻപുട്ട് യൂസ്ഡ് ആൻഡ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ് ബൈ ഫേം എന്ന് പറയുമ്പോൾ എന്താണ് അതിൻ്റെ, അതായത് അത് ഏത് റിലേഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഏത് ഫംഗ്ഷനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് ഫംഗ്ഷനുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? പ്രൊഡക്ഷൻ ഫംഗ്ഷനുമായിട്ടാണ് എന്താണ് അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. അടുത്ത് ചോദിച്ചിരിക്കുന്ന ചോദ്യം, ആരാണ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബേർഡൻ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ആരാണ്? കൺസ്യൂമേഴ്സ് തന്നെയാണ്. കാരണം എന്താണ്? നമ്മൾ വാങ്ങുന്ന പ്രൊഡക്റ്റിൻ്റെ ഒപ്പം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിൻ്റെ ടാക്സ് കൂടി കൊടുക്കുന്നുണ്ട്. നമ്മൾ അറിഞ്ഞിട്ടല്ലെങ്കിൽ കൂടി MRPയിൽ എന്താണ് ആ ടാക്സ് കൂടി എന്താണ് ഇൻക്ലൂഡഡ് ആണ്. ഒരിക്കലും മാനുഫാക്ചേഴ്സോ അല്ലെങ്കിൽ ഇടനിലക്കാരോ ഒന്നും എന്ത് ചെയ്യുന്നില്ല, ഇതിൻ്റെ ടാക്സ് അടയ്ക്കുന്നില്ല. പൂർണ്ണമായിട്ടും ഇൻഡയറക്റ്റ് ടാക്സ് അടയ്ക്കുന്നത് ആരാണ്? കൺസ്യൂമേഴ്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും കൂടുതൽ ബേർഡൻ അനുഭവിക്കുന്നത് ആര് തന്നെയായിരിക്കും? എന്താണ്? കൺസ്യൂമേഴ്സ് തന്നെയായിരിക്കും. നമുക്കറിയാം. അപ്പോൾ ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ ബേർഡൻ ആരാണ് അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ടാക്സ് ആരാണ് അടയ്ക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? കൺസ്യൂമേഴ്സ് എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത്. ദ മേജർ എയിം ഓഫ് ഡീവാലുവേഷൻ ഈസ് ടു. അതായത് എന്താണ് ഡീവാലുവേഷൻ്റെ മെയിൻ എയിം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ്? എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുക എന്നുള്ളതാണ് അതിൻ്റെ എന്ന് പറയുന്നത് മെയിൻ എയിം എന്ന് പറയുന്നത്. എന്തിനാണ്? എക്സ്പോർട്ടിനെ. ചിലപ്പോൾ നമുക്ക് അവിടെ മാറി പോവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമ്മൾ അറിയാതെ ഇമ്പോർട്ട്സ് എഴുതി വയ്ക്കും. എക്സ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറ്റുമതിയും, ഇമ്പോർട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറക്കുമതിയാണ്. ഡീവാലുവേഷൻ്റെ എയിം എന്ന് പറയുന്നത് എന്താണ്? കയറ്റുമതികളെയാണ്. കയറ്റുമതികളെ പ്രോത്സാഹിപ്പിക്കുക, എൻകറേജ് ചെയ്യുകയാണ് അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത്. ഗുഡ്സ് ഹൂസ് ഡിമാൻഡ് ഈസ് പ്രപ്പോർഷണൽ ടു പ്രൈസ് ആർ കോൾഡ്. അതായത് എന്താണ്? ഗുഡ്സിൻ്റെ ഡിമാൻഡ് പ്രൈസിന് പ്രപ്പോർഷണലാണെങ്കിൽ ആ മാർക്കറ്റിൽ വരുന്ന ആ ഒരവസ്ഥയെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. വെബലൻ ഗുഡ്സ് എന്നാണ്. അതായത് എന്താണ്? ഗുഡ്സിൻ്റെ ഡിമാൻഡ് എന്താണ്? പ്രപ്പോർഷണലാണ്. ഏതിന്? പ്രൈസിന്. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് എന്ന് പറയുന്നത്? വെബലൻ ഗുഡ്സ് എന്ന് പറയുന്നത്.
ആൻ ഇൻക്രീസ് ഇൻ പ്രൈസ് വിൽ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ഇൻക്രീസ് കൺസ്യൂമർ സർപ്ലസ്, ഡിക്രീസ് കൺസ്യൂമർ സർപ്ലസ്, ഹാവ് നോ എഫക്റ്റ് ഓൺ കൺസ്യൂമർ സർപ്ലസ്, ഡിക്രീസ് പ്രൊഡ്യൂസർ സർപ്ലസ്. എന്താണ് ഒരു സാധനത്തിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നത് ഡിക്രീസ് കൺസ്യൂമർ സർപ്ലസ് ആണ്. കാരണം എന്താണ് നമ്മൾ പിന്നീട് അത് വാങ്ങണമോ എന്ന് എന്ത് ചെയ്യും നമ്മൾ ആലോചിക്കും അല്ല. നമ്മളൊരു സാധനത്തിൻ്റെ വില കൂടുമ്പോൾ നമുക്ക് വരുന്ന അവസ്ഥ എന്താണെന്ന് മാത്രം നമ്മൾ ആലോചിച്ചാൽ മതി. അത് തന്നെയാണ് എന്താണ് ഈ ചോദ്യത്തിൻ്റെ ഉത്തരവ്. എന്താണ് ഡിക്രീസ് ചെയ്യും. ഇനി ഡിക്രീസ് ഇൻ പ്രൈസ് ആണെങ്കിൽ എന്താണ് ഇൻക്രീസ് കൺസ്യൂമർ സർപ്ലസ് ആണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഒരു പ്രൊഡക്റ്റിൻ്റെ വില കൂടുമ്പോൾ എന്ത് ചെയ്യും കൺസ്യൂമർ തീർച്ചയായിട്ടും എന്താണ് അത് വാങ്ങണമോ വേണ്ടയോ എന്ന് ആലോചിക്കും അല്ലേ. The long-term fiscal policy proposed to maintain the stability of which quantity. അതായത് ലോങ് ടേം ഫിസിക്കൽ ക്വാളിറ്റി എന്താണ് ചോദിച്ചിരിക്കുന്നത് സ്റ്റെബിലിറ്റി. അതായത് സ്റ്റെബിലിറ്റി എന്താണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഏത് ക്വാണ്ടിറ്റിയിലാണെന്ന് ചോദിച്ചിരിക്കുന്നത്. എന്താണ് റേഷ്യോ ഓഫ് ടാക്സ് ടു ഇൻകം. അതാണ് അതിൻ്റെ ഉത്തരം. ആ ഒരു പോളിസി പ്രകാരമാണ് അല്ലെങ്കിൽ ആ ഒരു വഴിയിലൂടെയാണ് എന്ത് ചെയ്യുന്നത് ഇത് മാനേജ് ചെയ്യുന്നത്. എന്താണ് റേഷ്യോ ഓഫ് ടാക്സ് ടു ഇൻകം എന്ന് പറയുന്നതിലൂടെ. ഓക്കെ, ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് വെൻ. എപ്പോഴാണ് ഇൻഫ്ലേഷൻ എക്സിസ്റ്റ് ചെയ്യുന്നത്? ദർ ഈസ് എ ജനറൽ ഇൻക്രീസ് ഇൻ ദ പ്രൈസ് ഓവർ ടൈം. അതാണ് എൻ്റെ ഉത്തരം. എന്താണ് ദർ ഈസ് എ ജനറൽ ഇൻക്രീസ് ഇൻ പ്രൈസ് ഓവർ ടൈം. ദ ബേസിസ് റെഗുലേറ്ററി ഓഫ് ദ മ്യൂച്വൽ ഫണ്ട്സ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഇൻ ഇന്ത്യ. അതായത് എന്താണ് മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഇന്ത്യയിലെ റെഗുലേറ്ററി ബോഡി ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ് സെബിയാണ്. സെബിയാണ് ഇന്ത്യയിലെ ഏതിൻ്റെ റെഗുലേറ്ററി ബോഡി? ഈ മ്യൂച്വൽ ഫണ്ട്സിൻ്റെയും സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും. അതുപോലെ തന്നെ ബാങ്കേഴ്സ് ബാങ്ക് ആരാ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ് RB ആണ്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, ദ ലോ ഓഫ് ഡിമാൻഡ് ഈസ് ബേസ്ഡ് ഓൺ ദ കൺസെപ്റ്റ് ഓഫ് ദാറ്റ് പീപ്പിൾ. അതായത് ലോ ഓഫ് ഡിമാൻഡ് അതായത് നമുക്ക് ചോദന നിയമം എന്നൊക്കെ അറിയാം. ചോദനം എന്ന് പറഞ്ഞാൽ ഡിമാൻഡും പ്രധാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ ആണ്. ഈ ചോദന നിയമം അല്ലെങ്കിൽ ലോ ഓഫ് ഡിമാൻഡ് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചാൽ ഉത്തരം എന്താണ് B ആണ്. ബൈ മോർ ഓഫ് എ ഗുഡ് ആസ് ദ പ്രൈസ് ഓഫ് ഗുഡ് ഫാൾസ്. കൺസ്യൂമറുടെ എങ്ങനെയുള്ള ഇഷ്ടമാണ് ലോ ഓഫ് ഡിമാൻഡുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബൈ more of a good as the price of the good falls. കൺസ്യൂമർ സോവറാനിറ്റി മീൻസ് കൺസ്യൂമറുടെ സോവറാനിറ്റി അല്ലെങ്കിൽ കൺസ്യൂമറുടെ പരമാധികാരം എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ദ പവർ ഓഫ് കൺസ്യൂമർ ടു ഡിറ്റർമൈൻ വാട്ട് ഗുഡ്സ് ആൻഡ് വാട്ട് സർവീസ് ആർ പ്രൊഡ്യൂസ്ഡ്. ഏത് ഗുഡ്സുകളും ഏത് സർവീസുകളുമാണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കുന്നവരാണ് കൺസ്യൂമറാണ്. അതായത് ജനങ്ങൾ വാങ്ങുന്ന സാധനമാണ് എന്ത് ചെയ്യുക ഉൽപ്പാദകരുണ്ടാക്കുക. ഒരിക്കലും വാങ്ങാത്ത അല്ലെങ്കിൽ മാർക്കറ്റിൽ വിറ്റുപോകാത്ത സാധനമൊന്നും എന്ത് ചെയ്യില്ല ആരും വാങ്ങില്ല അല്ലേ. ആൻ ഇൻക്രീസ് ഓഫ് 1% per annum in the rate of growth the money supply will increase inflation long run by. അതായത് എന്താണ് an increase of 1% per annum in the rate of growth the money supply will increase inflation in the long run by എത്ര പെർസെൻറ്റേജ് വർദ്ധിക്കുന്നതിനെ വെച്ചാൽ ഉത്തരം എന്താണ് 1% എന്നുള്ളത് തന്നെയാണ്. ഇൻട്രസ്റ്റ് ഓൺ പബ്ലിക് ഡെപ്റ്റ് ഈസ് എ പാർട്ട് ഓഫ് ദ പബ്ലിക് ഡെപ്റ്റ് ഏതിൻ്റെ പാർട്ടാണെന്ന് വെച്ചാൽ എന്താണ് ട്രാൻസ്ഫർ പേയ്മെൻറ്റ് ബൈ ദ ഗവൺമെൻറ്. അതിൻ്റെ പാർട്ടാണ് ഏത് എന്ന് പറയുന്നത് പബ്ലിക് ഡെപ്റ്റ് അഥവാ പൊതു ചെലവുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് ഫോർ എ ഗുഡ് വിൽ കോസ് ദ ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് എ ഗുഡ് ഡാഷ് ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ഡാഷ്. എന്താണ് ഒരു ഗുഡിൻ്റെ എന്താണ് പ്രൈസിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പ്രൈസിൽ എന്ത് വരുന്നു പ്രൈസിൽ ഇൻക്രീസ് ആണ് വരുന്നതെന്ന് വയ്ക്കുക. അതായത് ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം ഇൻക്രീസ് എന്ന് കൊടുക്കുക. തീർച്ചയായിട്ടും ഇപ്പുറത്തും എന്ത് തന്നെ വരും ഇൻക്രീസ് തന്നെ വരും. അതായത് ഈ രണ്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഒപ്പം പൂരിപ്പിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് വരാൻ ചോദിച്ച ചോദ്യം ഇങ്ങനെയാണ് ഇക്വിലിബ്രിയം പ്രൈസ് ഓഫ് ദ ഗുഡ് ടു എന്ത് ചെയ്യുന്നു ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആൻഡ് ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റി ടു അതും തീർച്ചയായിട്ടും എന്ത് ചെയ്യും ഇൻക്രീസ് തന്നെ ചെയ്യും. ഓക്കെ,
കാരണം ഇവിടെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വെച്ചാൽ മുകളിൽ തന്നൊരു വാക്കുണ്ട്, എന്താണ്, ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ്. കൂടെ എന്തും കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ഡിമാൻഡും കൂടി ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആണെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഡിക്രീസ് വരുമ്പോൾ ഡിക്രീസും വന്നുകൂടെയും ചോദിക്കാം. പക്ഷേ ഇപ്പോഴത്തെ എന്ത് തന്നിട്ടുണ്ട്, ഇൻക്രീസ് ഇൻ ദ ഡിമാൻഡ് എന്നും കൂടി തന്നിട്ടുണ്ട്. അപ്പോൾ എന്താണ്, തീർച്ചയായിട്ടും ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, പ്രൈസ് ഇൻക്രീസ് ചെയ്യും. പ്രൈസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇക്വിലിബ്രിയം ക്വാണ്ടിറ്റിയും എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യും. Lowering of value of currency relative to foreign reference currency is called, അതായത് എന്താണ്, ലോവറിങ് ഓഫ് വാല്യൂ ഓഫ് കറൻസി, അതായത് കറൻസിയുടെ ലോവർ വാല്യൂ റിലേറ്റീവ് ടു ഫോറിൻ റെഫറൻസ്, അത് ആ ഇതുമായിട്ട്, അതായത് ഫോറിന് കറൻസിയുമായിട്ട് റെഫറൻസ് ചെയ്യുമ്പോൾ ആ ഒരു ടേമിനെ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ എന്താണ്, ഡിവാല്യുവേഷൻ എന്നാണ് അതിനെ വിളിക്കുന്ന പേര്. അതുപോലെ തന്നെ അടുത്ത ഏറ്റവും അവസാനത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്താണ്, ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, തീർച്ചയായിട്ടും എന്താണ്, ഡിമാൻഡ് കർവ് എന്താണ്, ഇലാസ്റ്റിക് ആയിരിക്കും അല്ലേ. ഡിമാൻഡ് കർവ് എന്ന് പറയുന്നത് ഇലാസ്റ്റിക് ആയിരിക്കും, അതാണ് ഒരു പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിനു മുമ്പ് NTPC ചോദിച്ച പ്രീവിയസ് ഇയർ എക്കണോമിക്സിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ മാക്സിമം എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വ്യക്തിയും എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ പേപ്പേഴ്സ് മാക്സിമം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. മാക്സിമം മോക്ക് ടെസ്റ്റുകൾ എന്ത് ചെയ്യുക, അറ്റൻഡ് ചെയ്യുക. മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നത് തീർച്ചയായും നിങ്ങൾക്ക് എക്സാമിന് ഒരു കോൺഫിഡൻസ് വളർത്താൻ സഹായിക്കും. ഓക്കെ, അപ്പോൾ ഇതുവരെ ക്ലാസ് കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.